നന്നായിരിക്കും. അല്ലെങ്കിൽ ഞങ്ങൾ പോലീസുകാർ അങ്ങോട്ട് വന്നാലുണ്ടല്ലോ കാര്യങ്ങളുടെ സ്വഭാവമാണ്. എന്താടാ പണം കൊണ്ടുവന്നില്ലേ? അത് സാർ കാശ് ശരിയായിട്ടില്ല സാർ. നായിന്റെ മോനെ, നീ സോഫ്റ്റ് കാണിച്ച് പിന്നെ ഓവർ ആക്ട് ചെയ്യുന്നോടാ പന്നി. പോലീസ് സ്റ്റേറ്റ്മെന്റ് എടുത്താൽ പിന്നെ കമ്പ്യൂട്ടറിൽ നോക്കാൻ കണ്ണും പിന്നെ കീബോർഡ് വർക്ക് ചെയ്യാൻ കൈ ഉണ്ടാവില്ല. നിനക്ക് മനസ്സിലായടാ? കണ്ണ് പിഴുതെടുത്ത് കഴുകിനിട്ട് കൊടുക്കും ഞാൻ. കണ്ടിട്ട് പാവങ്ങളാണല്ലോ, ഇവരെന്തിനെ പിടിച്ചു വെച്ചിരിക്കുന്നത്? വിട്ടുകളാ. ഇവര് പാവപ്പെട്ടവരാ. ഇവര് മയക്കുമരുന്നിന്റെ കച്ചവടം ചെയ്യാ. വലിയ വലിയ തിമിംഗലങ്ങളൊക്കെ വിട്ടിട്ട് ഈ പാവ മീനുകളെ പിടിച്ചിട്ട് എന്തിനാടോ? വിട്ടുകളാ. ഇയാളോട് ഞാൻ സംസാരിച്ചോളാം, നിങ്ങൾ പോയിക്കോ. അതല്ല ബോസ്. ഏയ്, ബോയ്സ്, എന്തായാലും ഇത്രയും ദൂരം വന്നതല്ലേ, പാർട്ടി ഒന്ന് എൻജോയ് ചെയ്തിട്ട് പോകും. വേണ്ട സാർ, വേണ്ട സാർ. റിലാക്സ് ബോയ്സ്. ഇന്ന് എൻ്റെ ബർത്ത്ഡേ ആണ്. ഇത്രയും ദൂരം വന്നിട്ട് നിങ്ങൾ കുടിക്കാതെ പോയി കഴിഞ്ഞാൽ എനിക്കത് ഇഷ്ടപ്പെടില്ല. ഇത് ഞാൻ നോക്കിക്കോളാം. കേസിൻ്റെ കാര്യോർത്ത് നിങ്ങൾ ടെൻഷൻ അടിക്കുന്ന. നസീർ, ഇവർക്ക് എന്താ വേണ്ടെന്ന് വെച്ചാൽ കൊടുത്ത്. നസീർ, ടാർഗറ്റ്സ് ബിൽഡിങ്ങിനകത്ത് കയറി കഴിഞ്ഞാൽ കൂടെ ഇരുന്ന് ടാർഗറ്റ് ചെയ്യണം. അവൻ കാരണം നമ്മുടെ ഡ്രഗ്സ് വ്യാപാരമൊക്കെ നഷ്ടത്തിലാ. അവൻ ഇനിമേൽ ജീവിച്ചിരുന്നു കൂടാ. ചേട്ടാ, നമുക്ക് പ്രശ്നം ഉണ്ടാക്കിയ തട്ടിയിട്ടുണ്ട് ചേട്ടാ. ആൾക്കാരൊക്കെ കൂടിയിട്ടുണ്ട്. ബോസ്, കൃഷിയെ ആരോ കുത്തിയിട്ടുണ്ട്. പ്ലാൻ ബി. ഋഷി വന്നിട്ടില്ലേ? അവൻ ഋഷിതയെ കാണാൻ പോയിട്ടുണ്ടെന്നാ തോന്നുന്നേ. ഓ, നമ്മൾ വിചാരിക്കുന്ന സമയത്ത് ആ 5 പേരും ഒന്നിച്ചു പൊട്ടണം. മെറ്റൽ ഡിറ്റക്ടർ, സ്കാനർ, ഒന്നിലും ഈ ബോംബ് ഡിറ്റക്ട് ചെയ്യാൻ പറ്റില്ല. ബോംബ് പൊട്ടാനായിട്ട് അതിൻ്റെ കൂടെ ഒരാളുണ്ടാവണമെന്ന് പോലുമില്ല. അത് വേറൊരു രീതിയിൽ ഓപ്പറേറ്റ് ആവുന്നു. BCPC ഒരു സിഗ്നൽ ജാമേഴ്സിനും കണ്ടുപിടിക്കാൻ പറ്റില്ല. ഇത് സക്സസ് ആയ ഓരോ ഇന്ത്യക്കാരനെയും ഓരോ ടെററിസ്റ്റ് ആക്കി മാറ്റാൻ പറ്റും.
ദേ എടുത്തോ. കുനിയൻ സമോസ വന്നോ? മസാല ദോശ? എല്ലാ കാര്യങ്ങളും ശ്രദ്ധിച്ചോണം, മനസ്സിലായല്ലോ? ശരി, എല്ലാം എത്തിയല്ലോ? ആ ശരി, എല്ലാം സർ. ശ്രദ്ധിച്ചോ. ആദിത്യ സർ വരാൻ പറയുന്നുണ്ട്. ഏയ് വെയിറ്റ് ചെയ്യാൻ പറ. പ്ലീസ് സർ, ഒരു തവണ വാ സർ. നീ എന്തിനാണ് ഇങ്ങനെ തിരക്ക് കൂട്ടുന്നേ? ചീത്ത വിളിക്കുന്നവന് ഇങ്ങനെയാണെങ്കിൽ സർ, ചീത്ത വിളിക്കുന്ന please, എനിക്ക് ഇത്തിരി സമയം വേണം കേട്ടോ. സർ. വെയിറ്റ് ചെയ്യാൻ പറ, വെയിറ്റ് ചെയ്യാൻ പറ. എന്താ 4 ഗസ്റ്റുകൾ വന്നിട്ടുണ്ടോ? എല്ലാവരും എത്തിയല്ലോ അല്ലേ? ഷുഗേഴ്സ് 3 തരത്തിലുള്ള ഷുഗേഴ്സാ. ഷുഗർ, 0 കാലറി ഷുഗർ, പിന്നെ ബ്രൗൺ ഷുഗർ. വന്നില്ലേ? 3 എത്തിയല്ലോ. ബ്രൗൺ ഷുഗറോ? ബ്രൗൺ ഷുഗർ എന്ന് പറഞ്ഞാൽ നമ്മൾ യൂസ് ചെയ്യുന്ന അല്ലടാ, ഇത് അൺപ്രോസസ്ഡ് ഷുഗർ ആണ്. ഇപ്പൊ എല്ലാവരും അഡ്വൈസ് ചെയ്യുന്നതാ. നീ ടെൻഷൻ അടിക്കല്ലേ. അതുകൊണ്ടാണ് ഞാൻ വീണ്ടും വീണ്ടും പറയുന്നത്. സർ. ഡാ നീ ഒന്ന് ഹോൾഡ് ചെയ്യും, ഞാൻ പിന്നെ വിളിക്കാം. സർ, ആദിത്യ എന്താടാ സർ ലൈനിലുണ്ട്. സംസാരിക്കണം സംസാരിക്കണം സാറിനോട് പറഞ്ഞോണ്ടിരിക്കുന്നെ? സംസാരിക്കണം. എന്ത് പറയാനാ നീ വന്നേ? സർ, പാർട്ടി വേണമെന്നോ സംസാരിക്കാം. അതോ ജോലി നിന്ന് പിരിച്ചുവിടുന്നോ? ഒരു എന്ത് തവണ പറയാനാ നീ വന്ന് പറ. സർ, പ്ലീസ് സർ. സാർ പറഞ്ഞോളൂ സാർ. നിങ്ങൾ എന്തിനാ ചീത്ത വിളിക്കാൻ ഇങ്ങനെ ധൃതി കൂട്ടുന്നേ? അതെ, റിമോട്ട് സെൻസർ വർക്ക് ഈ വർഷം ലൈവിലേക്കായിരുന്നു. അത് പ്രീ പ്രൊഡക്ഷനിൽ വർക്ക് വന്നിട്ടുണ്ട്. ആ വർക്ക് നിന്നെ വെച്ച് ഇപ്പൊ ഞാൻ നിങ്ങൾക്ക് എങ്ങനെ പണി കൊടുക്കുന്നത് നീ കണ്ടോ? പ്ലീസ് ഹെൽപ്പ് മീ. ഇപ്പൊ ഞാൻ നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യണമെങ്കിൽ ഞാനൊരു ടീ കട തുടങ്ങിയിട്ടുണ്ട്. അതിൽ ആദ്യത്തെ ചായ താൻ കുടിക്കണം. പറ്റുമോ? ഒരു ചായയിലിടാ 100 ചായയും കുടിച്ചോളാം. HR സംസാരിച്ച് നിന്റെ റെസിഗ്നേഷൻ തിരിച്ചെടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. പ്ലീസ് കം ടു മൈ ക്യാബിൻ. ഞാൻ തീരുമാനിച്ചതാ. റെസിഗ്നേഷൻ ചെയ്തതാ. എനിക്ക് സോഫ്റ്റ്വെയർ ജോലി ഇനി ശരിയാവില്ല. എന്തോ താനിങ്ങനെ കാല് പിടിച്ച് കരഞ്ഞു പറഞ്ഞുകൊണ്ട് ഞാൻ തയ്യാറാവുക. ശരി, ഞാൻ വന്നേക്കാം. തന്റെ ജോലി എന്താണെന്ന് വെച്ചാൽ ഞാൻ നോക്കിക്കോളാം. ഞാൻ വന്നോളാം. താങ്ക് യു ഡാ, താങ്ക് യു. താങ്ക് യു സർ. ഞാൻ വന്നോളാം, നീ പോയിക്കോ. ഇപ്പൊ ഞാൻ ആരെന്ന് അവന് കാണിച്ചു കൊടുത്തിട്ട് വരാം കേട്ടോ. പറയടാ. ഡോക്ടർ, What happened? Oh my God. Come on, give me the scanner, quick. ബോംബ് ഓപ്പറേറ്റ് ചെയ്തെടുക്കാൻ വളരെ പ്രയാസമാണ്. ബോംബ് പുറകെ കൂടെ ഉള്ളിൽ കയറ്റിയിട്ട് ഡക്റ്റമിൽ ഒട്ടിയിരിക്കുവാണ്. ഇത് ഓപ്പറേറ്റ് ചെയ്തെടുക്കണമെങ്കിൽ മിനിമം 3 മണിക്കൂറെങ്കിലും ആവശ്യമാണ്. ഈ സംഭവത്തെ കുറിച്ച് ആരോടും പറയണ്ട. രോഗികളെ ആരെയും ഡിസ്റ്റർബ് ആക്കണ്ട. ഓക്കെ, യു ഡോണ്ട് വറി. ഐ വൺ വിത്ത് യു. ഹി ഈസ് കോൺഷ്യസ്. ആരുടെ നീ? നീയോ? സാർ, നീ എന്തിനാടാ ഹോസ്പിറ്റലിൽ ബ്ലാസ്റ്റ് ചെയ്യാൻ നോക്കുന്നത്? നീ ടെററിസ്റ്റ് ഗ്രൂപ്പാ? ICC അതോ അൽഖ്വയ്ദയോ? ഞാനോ? സാർ എന്തൊക്കെയാ പറഞ്ഞുകൊണ്ടിരുന്നു മനസ്സിലാവുന്നില്ലല്ലോ. അപ്പൊ നിന്റെ ബോഡിയിൽ ഇതെങ്ങനെ വന്നിരിക്കുന്നേ? പറ. പറയ് സുധാ. ഹേയ്, നിന്നോടൊരു ഇമ്പോർട്ടന്റ് കാര്യം പറയാൻ വേണ്ടി വിളിച്ചാടി. ഞാനൊരു ആപ്പ് ടെസ്റ്റ് ചെയ്തോണ്ടിരിക്കുക. ഇത് നിനക്ക് നന്നായിട്ട് യൂസ് ആവും. എനിക്കിപ്പോ ഒരു ആപ്പിനെ കുറിച്ചും കേൾക്കണ്ട. എന്നെ ഒന്ന് വെറുതെ വിട്. പറയ് സുധാ. ഞാൻ പറയുന്ന നീ ഒന്ന് കേക്കടേ. ഇത് നിനക്ക് ഉപകാരമായിരിക്കും. ഇത് നമ്മുടെ യോഗേഷ് സാറിന്റെ പ്രൊജക്റ്റാ. ഈ ആപ്പിൽ ഏതെങ്കിലും ഒരു ഫോട്ടോ അപ്ലോഡ് ചെയ്യുകയാണെങ്കിൽ ഈ ഫോട്ടോ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള സോഷ്യൽ മീഡിയയിലെ എല്ലാ അക്കൗണ്ടും തെളിയുന്നതായിരിക്കും. മഹാദേവന്റെ ഫോട്ടോ അപ്ലോഡ് ചെയ്താൽ പോലും നിനക്ക് അവനെ പറ്റി എല്ലാം അറിയാൻ പറ്റും. ഓക്കെ, ശരി, ബൈ. നിങ്ങൾ എന്താ പറയുന്നത് സർ? ഞാൻ ഹ്യൂമൻ ബോംബാണെന്നോ? ഇത് നിനക്ക് മുൻപ് അറിയില്ലായിരുന്നു? ഡ്രഗ്സ് മാഫിയ ചെയ്യുന്നവര് നിന്റെ അടുത്ത് ഇങ്ങനെ കാണിച്ചായിരിക്കും. ഇല്ല സർ. അന്ന് ഞങ്ങൾ ഗസ്റ്റ് ഹൗസിലേക്ക് പോയ ദിവസം ഞങ്ങളെല്ലാവരും അവിടെ ഒരു 1 hour അൺകോൺഷ്യസ് ആയിപ്പോയി സർ. അവിടെ വെച്ച് എന്തെങ്കിലും സംഭവിച്ചോ എന്ന് അറിയില്ല സർ. എനിക്കൊരു ഡൗട്ടുണ്ട് സർ. ഒരു 1 minute സർ. ഹലോ
ഹലോ ഋഷി. ഡാ, നീ ഋഷിതയെ പ്രപ്പോസ് ചെയ്തോ? ഡാ, നീ ഇപ്പൊ എവിടെ ഉള്ളത്? ഞാൻ ഓഫീസിലാടാ ഉള്ളത്. ഓഫീസിലാ? നിന്നെ അങ്ങോട്ട് ആരാ ഡ്രോപ്പ് ചെയ്തത്? അത് നിന്റെ കാറിൽ തന്നെ ആ സോണി ട്രാൻസ്പോർട്ടുകാരാ ഞങ്ങളെ ഡ്രോപ്പ് ചെയ്ത്. ഞാനിപ്പോ നിന്നെ അങ്ങോട്ട് തിരിച്ചു വിളിക്കാം. ഓക്കെ. എന്റെ പേരിൽ ആരോ വന്ന് എല്ലാവരെയും ക്യൂ ഹബിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. എനിക്ക് തോന്നുന്നു സാർ, അവര് ക്യൂ ഹബിലാണ് ബോംബ് വയ്ക്കാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത്. മൈ ഗോഡ്. അപ്പം നിന്നെ ആരോ ക്ലോസ് ആയിട്ട് വാച്ച് ചെയ്യുന്നുണ്ട്. സാർ, അവരെന്നെ ഫോളോ ചെയ്ത് ഈ ഹോസ്പിറ്റലിൽ എത്തിയിട്ടാണോ ചാൻസ് ഇല്ല? മേ ബി. അങ്ങനെയാണെങ്കിൽ നമ്മൾ CCTV ഫുട്ടേജ് എടുത്ത് നോക്കിയാൽ എന്തെങ്കിലും എവിഡൻസ് കിട്ടായിരിക്കുമോ സാർ? യെസ്, യു ആർ റൈറ്റ്. ആ, മഹാദേവന്റെ ചെറുപ്പത്തിലെ ഫോട്ടോ ഇത്രയും പേരുടെ കയ്യിലുണ്ടോ? ഹലോ, നിങ്ങൾക്ക് മഹാദേവനെ അറിയോ? നിങ്ങളുടെ ചെറുപ്പത്തിലെ ക്ലാസ്മേറ്റ്. മഹാദേവ് ആരാണെന്ന് എനിക്കറിയില്ല. ഇപ്പൊ കുട്ടിക്കാലത്തെ കാര്യങ്ങൾ ഓർക്കാനുള്ള ഒരു സ്റ്റേജിലല്ല ഞാൻ വർക്ക് ചെയ്യുന്ന USA. ഹലോ. ഹലോ, നിങ്ങൾക്ക് മഹാദേവനെ അറിയോ? നിങ്ങളുടെ ചെറുപ്പത്തിലെ ഫ്രണ്ടിനെ ഓർമ്മയുണ്ടോ? ആ, അറിയും. അവൻ ക്യൂ ഹബിൽ ഡ്രൈവറായിട്ടാ വർക്ക് ചെയ്യുന്നത്. ചെറിയ പ്രായത്തിൽ നന്നായിട്ട് പഠിക്കുമായിരുന്നു. 10th സ്റ്റേറ്റ് ഫസ്റ്റ് അവനായിരുന്നു. പക്ഷെ അതിനുശേഷം അവന്റെ പേരൻസ് മരിച്ചോണ്ട് ടാക്സി ഓടിച്ചോണ്ട് വളരെ കഷ്ടപ്പെട്ടാ ജീവിക്കുന്നത്. അവന്റെ ഇപ്പോഴത്തെ പേര് ഋഷി എന്നല്ലേ? അതെ, അവന്റെ മുഴുവൻ പേര് ഋഷി മഹാദേവ് എന്നാ. നിങ്ങളാരാ? ഹലോ. അവന്റെ പേരെന്താന്നാ പറഞ്ഞേ? ആ, അതങ്ങനെ തന്നെയാണല്ലോ. ആ, അല്ല, അവനങ്ങനെ പറയേണ്ടതായിരുന്നു എന്ന് പറഞ്ഞേ. ഹലോ. ഹലോ ഋഷി. ഋഷി മഹാദേവ്, എന്തുകൊണ്ടാണ് ഈ കാര്യം ഇത്രയും നാളും എന്നിൽ നിന്ന് മറച്ചു വെച്ചത്? ഞാൻ നിനക്ക് വേണ്ടി ഒരു ഭ്രാന്തിയെ പോലെ ഇങ്ങനെ അലഞ്ഞു നടക്കുമ്പോ നീ എന്റെ കൂടെ ഉണ്ടായിട്ടും ഈ കാര്യം നീ എന്താ എന്നോട് പറയുന്നിരുന്നു? നിനക്കുണ്ടായിരുന്ന ടാലന്റ്സിന് നീ വലിയൊരു പൊസിഷൻ ഉണ്ടാവാൻ ആഗ്രഹിച്ചതല്ലത്. നീ ആ പൊസിഷനിലാവണമെന്ന് ഒരിക്കലും ഞാൻ വിചാരിച്ചിട്ടില്ല. നിനക്ക് എത്ര പറഞ്ഞാലും മനസ്സിലാവില്ലേ? വെറുതെ മഹാദേവ് മഹാദേവ് എന്ന് പറഞ്ഞ് ടോർച്ചർ ചെയ്യുന്ന എന്തിനാ? ഞാൻ മഹാദേവൊന്നുമല്ല. നിന്റെ ഈ ഭ്രാന്തൊക്കെ നിർത്തിയിട്ട് നീ വേഗം US പോകാൻ നോക്ക്. ഇനി എന്നെ വിളിച്ചു കഴിഞ്ഞാൽ ഞാൻ ഈ നമ്പർ ബ്ലോക്ക് ചെയ്ത് കളയും. ഋഷി, ഹലോ. ഇനി 2 മണിക്കൂറിൽ മരിക്കാൻ പോകുന്ന എനിക്ക് ഈ പ്രേമവും മണ്ണാങ്കട്ടയൊക്കെ എന്തിനാണ് സാർ? അതുകൊണ്ടാണ് കട്ട് ചെയ്ത് കളഞ്ഞ്. സാർ വാ സാർ.